കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ട്. വന്നിരിക്കുന്നത് വേറൊന്നിനുമല്ല, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ആണ് കേട്ടോ. അപ്പോൾ ഒരാൾ ദുബായിൽ നിന്നും ഒരാൾ എറണാകുളത്തു നിന്നും എത്തിയിട്ടുണ്ട്. അപ്പോൾ മാരേജ് നാളെയാണ്. അപ്പോൾ അതിന് മുന്നേ ഒന്ന് സ്റ്റേ ചെയ്യാനായിട്ട് ഇവർ രണ്ടുപേരും എത്തി. പിന്നെ ഇവർ രണ്ടുപേരും മാമിയെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിലാണ് ഞങ്ങൾ ലാസ്റ്റായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഷിഫയായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഷിഫയായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത ആൾ റബീന. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ മെറ്റേണിറ്റി ലീവിന് വന്നതാണ്. പിന്നെ ഞാൻ ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. അപ്പോൾ കുഞ്ഞിനൊക്കെ കാണാൻ വേണ്ടി രണ്ടാളും എത്തി. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് പിറ്റേ ദിവസമായിട്ടോ രാവിലെ എഴുന്നേറ്റ്. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, എല്ലാവരും ഒരുങ്ങുന്ന തിരക്കായിപ്പോയി. റെഡിയായി ഓഡിറ്റോറിയത്തിലെത്തി. സോ ഇതാണ് കാർത്തികയുടെ സിസ്റ്ററിൻ്റെ മാരേജിനാണ് എല്ലാവരും എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും പുറകിൽ പോയിട്ട് ഇരിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നോയ്സൊക്കെ മോക്ക് ഡിസ്റ്റർബൻസ് ആവുമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആദ്യമായിട്ടാട്ടോ മോളിങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ ബ്രൈഡൽ എൻട്രി ആയിട്ടുണ്ട്. ഇപ്പോൾ ബ്രൈഡ് റെഡിയായി നിൽക്കുന്നുണ്ട്. കല്യാണമൊക്കെ നന്നായിട്ട് കഴിഞ്ഞു. ആമിതേ ഉമ്മച്ചിയുടെ മടിയിലിരുന്ന് എല്ലാം കണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കരുതി ഉറങ്ങുവാന്ന്, പക്ഷെ അവളാണെങ്കിൽ കണ്ണ് തുറന്നിരിക്കുകയാണേ. കാർത്തിക ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മോർ ദാൻ മൈ ഫാമിലിയാണ് കാർത്തിക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന അത്രയും കാലം എൻ്റെ ഓഗസ്റ്റിലായിരുന്നു ഡെലിവറി കേട്ടോ. ജൂലൈ വരെ എന്നെ നോക്കിയിട്ടുള്ളത് അവളാണ്. അപ്പോൾ പിന്നെ ഇപ്പം മാത്രമല്ല, എൻ്റെ കോളേജിൽ ഞങ്ങൾ പാലക്കാടാണ് പഠിച്ചത്. അവിടെ എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു, എൻ്റെ റൂംമേറ്റായിരുന്നു. 2013 തൊട്ട് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക, പല തീരുമാനങ്ങളും പല നിമിഷങ്ങളും എല്ലാം അവളറിയാതെ ഒന്നും കടന്നു പോയിട്ടില്ല. കാരണം ഞങ്ങൾ അത്രയ്ക്ക് ക്ലോസാണ്. അവളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട്. അവൾ മാത്രമല്ല, വേറൊരാൾ കൂടി ഉണ്ട്, ലുലു ഉണ്ട്. അവൾക്ക് എത്താൻ പറ്റിയില്ല, അവൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് എത്താൻ പറ്റിയില്ല. അപ്പോൾ അതിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിനി കാറ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ആമയും കൊണ്ട് വെച്ച് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അവൾ ഇതൊക്കെ കണ്ട് ആകെ അതിശയിച്ച് നിൽക്കുകയാണ്. അവൾ ഇന്ന് വരെ ഇങ്ങനെ പുറത്തോട്ടൊന്നും ഇങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഇങ്ങനെ അധികം കല്യാണത്തിനൊന്നും അധികം വന്നിട്ടില്ല. ഇതിനു മുന്നേ ഒരു മാരേജിന് വന്നിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലെ കൊണ്ടുപോയി. ഒരുപാട് നാൾ കഴിഞ്ഞ് കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനായിട്ടുണ്ടായിരുന്നേ. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ റിസപ്ഷൻ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്. പക്ഷേ മോളുള്ളത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഇവർ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കാറിൽ കയറി ഇനി വീട്ടിലേക്ക് പോവാണേ. ആകെ സദ്യയൊക്കെ കഴിച്ച് ഇനിയൊന്ന് ഉറങ്ങിയാൽ മതി, ആ ഒരു അവസ്ഥയിലാട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു. പിന്നെ ഞാൻ മോളെയും കൊണ്ട് അവളെ ഒന്ന് ഫ്രഷാക്കി ഒന്ന് കിടത്തിയൊക്കെ ഉറക്കി. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് അവർ റിസപ്ഷന് റെഡിയായിട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ രാവിലെ 4 മണിയായി. റിവ് പോകാനായിട്ട് ബസ് വെയിറ്റ് ചെയ്യുക. ഞാൻ പകുതി ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.